സ്വാഗതം. അപ്പം ഇന്നെന്ന് പറയുന്നത് കർക്കിടകം 1 ഗൈസ്. അപ്പം ഇന്ന് എല്ലാവർക്കും സ്കൂൾ അവധിയാണ്, കോഴിക്കോടുള്ള എല്ലാവർക്കും സ്കൂൾ അവധിയാണ്. അപ്പം ഇന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 6 മണിയായപ്പോൾ എണീറ്റു, ശീബോധി വെച്ചു. ഇനി ആണെങ്കിൽ ഗൈസ് അമ്മ ആണെങ്കിൽ കടലക്കറി ഉണ്ടാക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം കടലക്കറി. അപ്പം അമ്മ വീഡിയോ ക്യാമറമാൻ ആയിട്ട് നിൽക്കും, ഞാൻ ഉണ്ടാക്കും. എൻ്റെ കൈയ്യേക്ക് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അമ്മ പിടിച്ചോളൂ. അമ്മ അടുത്ത് ബാക്കിൽ നിന്ന് കുസ് കുസ് പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അത് ഗൈസ് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിടുള്ളത് പെരുംജീരകമാണ്. പെരുംജീരകം ഇതിൻ്റെ സ്റ്റൈലിൽ കണ്ടൊക്കെ ഞാൻ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഗൈസ്. ഇത് അങ്ങനത്തെ വെളുത്തുള്ളിയാണ്, ചെറിയ വെളുത്തുള്ളി ഇഞ്ചി ആക്കി വെച്ചേക്കാണ്. തെറപ്പിന് ഭയങ്കര പേടിയാണ്. ഇത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെ ഇവിടെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഫസ്റ്റ് ഉള്ളി വെച്ചെടുക്കാം, അമ്മ എടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലൊരു കടലക്കറിയാണ്, നമ്മളതിന് തെറ്റിദ്ധരിക്കുന്നത്. നമുക്ക് ഇറക്കി കൊടുക്കാം. ഞാനാണ് ഇറക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ശീബോധി വെച്ചിട്ടുണ്ട്, ശീബോധി കാണിച്ചിടാം. നമ്മുടെ വീടൊക്കെ ആകെ നല്ല വൃത്തിയാക്കി വെച്ചിട്ട് കൃഷ്ണനൊക്കെ കാണാൻ എന്താ ഭംഗി. നമ്മുടെ സോഫ സെറ്റിൻ്റെ ബാക്കിൽ കൃഷ്ണനൊക്കെ വെച്ചു, മൈപ്പിയിലൊക്കെ വെച്ചു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്താ ഒരു ഐശ്വര്യം. ഇതാണ് ഗൈസ് നമ്മുടെ ശീബോധി. നമ്മുടെ വീഡിയോ കാണുന്നവരില്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്. ശരിക്കും ഇതിൻ്റെ മണ്ടയ്ക്ക് ഫോണ് കാണിക്കാനേ പാടില്ല കേട്ടോ. പുറമൊക്കെ നല്ല പ്രകൃതിപരമായിട്ടുള്ള പുറമാണ് ഗൈസ്. നല്ലൊരു പോസിറ്റീവ് എനർജി ഗൈസ്. രാവിലെ തന്നെ എണീറ്റ് സെറ്റാക്കിയപ്പോൾ. ഓക്കെ ഗൈസ്, ഇനി ഗൈസ് നമുക്ക് പൊടികൾ ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാം കേട്ടോ. 1/2 ടീസ്പൂൺ തന്നെയാണ്. ഇനി നമുക്ക് മല്ലി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. നമുക്ക് മുളകും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇളക്കാം ഗൈസ്. ഇനി നമുക്ക് ഇത് ഗൈസ് ഒന്ന് മാറ്റി വെക്കാം. എനിക്ക് കുക്കിൻ്റെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഗൈസ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വ്യൂസൊക്കെ അടിച്ച് കയറുന്നുണ്ട്, പക്ഷെ ലൈക്കൊന്നുമില്ല ഗൈസ്. ഇനി നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ, എന്നാലും കടലക്കറിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് ഇനി നമുക്കിത് ഈ ഒരു കൂട്ട് അരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിൻ്റെ കൂടെ കുറച്ച് കടലയും കൂട്ടി നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ. നമുക്കിത് നേരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഗൈസ് നമ്മൾ ആ ചീനച്ചട്ടീൻ്റെ അകത്ത് തന്നെ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിൻ്റെ ചീനച്ചട്ടീൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യുക, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. പിന്നെന്താണ്, നമ്മുടെ കരിവേപ്പില ഇട്ട് കൊടുക്കണം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ കടുക് ഇടുകയാണ് ഗൈസ്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് മാത്രമാണ് അമ്മ ഇട്ട, ബാക്കിയൊക്കെ ഞാനാ ചെയ്തത്.
അപ്പോൾ ഗൈസ് നമുക്ക് പാല് വാങ്ങിയിട്ട് വരാം. താത്തേൻ്റെ വീട്ടിലേക്കാണ് നമുക്ക് പാല് വാങ്ങാൻ പോകേണ്ടത്. അപ്പം ഇനി ഞാൻ പാല് വന്നിട്ട് നമുക്ക് ബാക്കി കടലക്കറി ഉണ്ടാക്കുന്ന ഷൂട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കരിവേപ്പില ഇട്ടെടുക്കാം. ഗൈസ് ആ ഒരു പരിപാടി മാത്രമാണ് മമ്മ ചെയ്യുന്നത്. ഞാൻ പോയിട്ട് പാല് വാങ്ങിച്ചു വരാം. അത് മാത്രം അമ്മ ഇളക്കുന്നുണ്ട്, ബാക്കിയൊക്കെ ഞാനാണ് ചെയ്തത് ഗൈസ്. ഇന്ന് രാവിലെ തന്നെ കറക്കെടുക്കുക ഒന്നായിട്ട് രാവിലെ ഇരിക്കും ഒരു പോസിറ്റീവ് എനർജി ഗൈസ്. ഇനി നമുക്ക് അരച്ച് വെച്ച സാധനം മിക്സിയിലേക്കല്ല ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അമ്മ ഞാൻ ഇവിടുത്തെ പൂട്ടച്ചിരിയാണ്. ഇനി ഗൈസ് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിൻ്റെ അകത്തുള്ള ആ ഒരു മിക്സർ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടല ഇട്ട് കൊടുക്കാനുണ്ട് ഗൈസ്. ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് നല്ല പുഴുങ്ങി വെച്ച കടലയാണ്. കടല ഇട്ട് കൊടുക്കാം. തെറിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കണം ഗൈസ്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനാണല്ലോ ഉണ്ടാക്കി, എനിക്കൊണ്ട് കുറച്ച് ഉപ്പ് മുളകൊക്കെ കുറവുണ്ട്. നമ്മളെ ടേസ്റ്റി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മമ്മ അടുത്തേക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞിരുന്നത്. ഗൈസ് കടലക്കറിക്ക് കൂടെ എന്താ കോമ്പിനേഷൻ പിന്നെ പറയണ്ടല്ലോ, പുട്ട് ഗൈസ്. അടിപൊളി പുട്ടാണ്, നല്ല ആവി ഇറക്കുന്ന പുട്ട്. നമ്മളിതാണ് കേട്ടോ അടുപ്പ്, നല്ല എസ്തറ്റിക് ലുക്കുള്ള അടുപ്പാണ് ഗൈസ്. നമ്മളെ കടലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ കടലക്കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണ് ഞാൻ ടേസ്റ്റ് നോക്കിയില്ല. ഇനി ഞാൻ പാല് വാങ്ങി വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ, സീ യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.